2018 കേരളം ഒരിക്കലും മറക്കാത്ത ഒരു വർഷം. പെരുമഴ ജനജീവിതത്തെ മാത്രമല്ല ആയിരക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളെയും ഒഴുക്കിക്കൊണ്ടുപോയ വർഷം. കാലം കഴിഞ്ഞിട്ടും ആ പ്രളയത്തിന്റെ മുറിവുകൾ ഇന്നും മലയാളികളുടെ ഓർമ്മയിൽ ഉണങ്ങാതെ കിടക്കുന്നു. പക്ഷേ മഴയുടെ കഥ മാറി. ഇപ്പോൾ ദുരന്തങ്ങൾ ദിവസങ്ങളെടുത്തല്ല എത്തുന്നത്, മണിക്കൂറുകൾ മതി. ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഒരു ഗ്രാമത്തിന്റെ മുഖം തന്നെ മാറിപ്പോകുന്നു. ഒരു രാത്രി കൊണ്ട് വീടുകൾ വെള്ളത്തിലാകുന്നു, വഴികൾ അപ്രത്യക്ഷമാകുന്നു, ജീവിതങ്ങൾ വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങേണ്ട അവസ്ഥ. 2018 ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നത് ഡാമുകളെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്നാൽ 2026 ചിത്രം വ്യത്യസ്തമാണ്. പ്രളയത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിൽ ഡാമുകൾക്ക് നിർണായക പങ്കുണ്ടായെന്ന വിലയിരുത്തലുകൾ ഉയരുമ്പോൾ കേരളത്തെ ഭയപ്പെടുത്തുന്ന പുതിയ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. മുന്നറിയിപ്പ് നൽകാൻ പോലും സമയം നൽകാത്ത അതിതീവ്ര മഴ. ഇത് ഒരു മഴക്കാലത്തിന്റെ കഥയല്ല, മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയുടെ കഥയാണ്. ഓരോ വർഷവും കൂടുതൽ കഠിനമാകുന്ന പ്രകൃതിയുടെ മുന്നറിയിപ്പ്. അപ്പോൾ ചോദ്യം ഇതാണ്: മണിക്കൂറുകൾക്കുള്ളിൽ ദുരന്തമായി മാറുന്ന ഈ പെരുമഴക്കാലം ഇനി കേരളത്തിന്റെ പുതിയ യാഥാർത്ഥ്യമായി മാറുമോ? വരാനിരിക്കുന്ന കാലവർഷങ്ങളെ നേരിടാൻ നമ്മുടെ മുന്നറിയിപ്പ് സംവിധാനങ്ങളും നഗരങ്ങളും ജനങ്ങളും തയ്യാറാണ്. ഇരുട്ടിന്റെ നിശബ്ദതയെ കീറിമുറിച്ചെത്തിയത് മഴയുടെ ശബ്ദമായിരുന്നു. വെളിച്ചം വീണപ്പോൾ കണ്ടത് വെള്ളത്തിൽ മുങ്ങിയ വീടുകളും ചെളിയിൽ മൂടിയ വഴികളും ഒരു രാത്രി കൊണ്ട് തകർന്നു പോയ അനേകം ജീവിതങ്ങളും. കേരളത്തിന്റെ മലയോര മേഖലകൾക്ക് ഇത് പുതിയൊരു കഥയല്ല. പക്ഷേ ഓരോ തവണയും ദുരന്തം പുതിയ മുഖത്തോടെയാണ് എത്തുന്നത്. ഇത്തവണയും അതുതന്നെ സംഭവിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴ പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലകളെ വെള്ളപ്പൊക്കത്തിന്റെയും ഉരുൾപൊട്ടൽ ഭീഷണികളുടെയും നിഴലിലാക്കി. ഉറങ്ങിക്കിടന്ന ഗ്രാമങ്ങൾ കണ്ണു തുറന്നത് കരകവിഞ്ഞൊഴുകുന്ന പുഴകൾക്കും വെള്ളത്തിൽ ഒറ്റപ്പെട്ട വീടുകൾക്കുമിടയിലേക്കായിരുന്നു. പ്രശ്നം മഴയുടെ അളവിൽ മാത്രമല്ല, ആ മഴ ഭൂമിയിലെത്തിയ വേഗതയിലാണ്. ദിവസങ്ങളായി പെയ്യേണ്ട മഴ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആർത്തലച്ചെത്തുമ്പോൾ മണ്ണിന് അത് താങ്ങാനാകില്ല, പുഴകൾക്ക് അത് ഉൾക്കൊള്ളാനാകില്ല. ചൂരൽമലയും മേപ്പാടിയും നമ്മെ പഠിപ്പിച്ച പാഠങ്ങൾ ഇപ്പോഴും മറന്നിട്ടില്ല. എന്നിട്ടും ഓരോ മൺസൂണിലും അതേ ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്നു. കാലാവസ്ഥ മാറുകയാണോ, അതോ മാറുന്ന കാലാവസ്ഥയോടിണങ്ങാൻ നമ്മൾ ഇനിയും തയ്യാറായിട്ടില്ലേ? കാരണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മഴയല്ല, മണിക്കൂറുകൾക്കുള്ളിൽ ദുരന്തമായി മാറുന്ന അതിതീവ്ര മഴയാണ്. പണ്ടുകാലത്ത് ഒരു ദിവസം കൊണ്ട് 200 മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന അവസരത്തിൽ നിന്ന് മാറി ഒരു 6 മണിക്കൂർ കൊണ്ട് 250 മുതൽ 300 മില്ലിമീറ്റർ മഴ കിട്ടുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മൺസൂണിന്റെ പെയ്ത്തിരീതി മാറി. ദീർഘകാലം മഴയില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, അതിനുശേഷം വരുന്ന മഴ അതിതീവ്ര ഗണത്തിൽപ്പെടുത്തുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന മഴയായിട്ട് മാറി. അത് പ്രത്യേകിച്ചും അത്രയും തീവ്രമായിട്ടുള്ള മഴ പൊതുവെ നമ്മുടെ പശ്ചിമഘട്ടത്തിന് താങ്ങാൻ പറ്റാത്ത തരത്തിൽ ആണ് എത്തുന്നത്.
അത് പശ്ചിമഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള മാറ്റങ്ങൾ, റോഡ് നിർമ്മാണം തൊട്ട് റിസോർട്ട് നിർമ്മാണം അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവൃത്തികൾ, അവിടെ അനുയോജ്യമല്ലാത്ത കൃഷി രീതികൾ, ഇതെല്ലാം വഴി ഫസ്റ്റ് ഓർഡർ സ്ട്രീമും അതുപോലെ തന്നെ മഴയെ തടഞ്ഞു നിർത്തുന്ന അല്ലെങ്കിൽ സംഭരിച്ചു നിർത്തുന്ന സംവിധാനങ്ങൾ, മണ്ണും ഒക്കെ ഫലഭൂയിഷ്ടമായിട്ട് അല്ലെങ്കിൽ ജൈവ അംശമുള്ള മേൽമണ്ണും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ വാഗമണിൽ 314 മില്ലിമീറ്റർ മഴ കിട്ടിയപ്പം സാധാരണഗതിയിൽ അത് ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് കിട്ടുകയാണെങ്കിൽ അത് വളരെ പതുക്കെ താഴെ എത്തത്തുള്ളൂ, അത് താഴത്തെ പാലയിലും ഒക്കെ എത്തത്തുള്ളൂ. ഇവിടെ 313 മില്ലിമീറ്റർ മഴ കിട്ടി 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനത് ആ പെയ്ത്തുവെള്ളം മുഴുവൻ ഉപരിതലത്തിലൂടെ ഒഴുകി പാലയിൽ എത്തിച്ചേരുന്ന അവസ്ഥ, നമ്മുടെ ഡൗൺ സ്ട്രീമിൽ എത്തിച്ചേരുന്നു. കായലിനും കുട്ടനാടിനും വെള്ളത്തെ, മേൽ പെയ്യുന്ന പെയ്ത്ത് വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു ശേഷി ഓവർ ദി ഇയേഴ്സ് നഷ്ടപ്പെട്ടു. ഇതോടൊപ്പം തന്നെ തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ ഈ വെള്ളം കടലിലേക്ക് ഒഴുകി പോകേണ്ടതായിട്ടുണ്ട്. അതിലേക്കുള്ള ഒഴുക്കും കുറയുന്നു, സ്പിൽവേ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മേലിൽ നിന്ന് മഴ താഴെ എത്തുന്നവരെ ആ ഈ ഒരു എൻറ്റയർ പ്രോസസ് ചെയ്യുന്നുണ്ട്. പെയ്യുന്ന മഴ അതിതീവ്രമാണ്, പക്ഷെ ആ മഴയെ കടലിലെത്തിക്കുന്ന ആ ഒരു പാതയില് ഒരുപക്ഷെ എവിടെയെങ്കിലും ഒക്കെ ഈ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുന്നതോ അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നതോ ആയിട്ടുള്ള നിർമ്മാണ പ്രവർത്തികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് പല പ്രദേശത്തും വെള്ളക്കെട്ടുകളും വെള്ളപ്പൊക്കങ്ങളും ഉണ്ടാക്കും. കേരളത്തിന്റെ കാലാവസ്ഥയിലുണ്ടായ മാറ്റങ്ങൾ പ്രകൃതി ദുരന്തങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതോടെ കാലാവസ്ഥാ പ്രവചനങ്ങളുടെ കൃത്യതയും വീണ്ടും ചർച്ചയാവുകയാണ്. തത്സമയ മഴ അളക്കാനുള്ള സംവിധാനങ്ങളുടെ കുറവും പ്രാദേശിക തലത്തിൽ കൃത്യമായ പ്രവചന മാതൃകകളുടെ അഭാവവും ഇപ്പോഴും വലിയ വെല്ലുവിളികളാണ്. അറബിക്കടലിന്റെ ഉപരിതല താപനില ഉയരുന്നതോടെ ചെറിയ പ്രദേശങ്ങളിൽ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുന്ന എക്സ്ട്രീം റെയിൻഫോൾ ഇവന്റുകൾ വർദ്ധിക്കുന്നത് നിലവിലെ സംവിധാനങ്ങൾക്ക് മുന്നിലുള്ള വലിയ പരീക്ഷണവുമാണ്. മഴ പ്രവചനം പ്രത്യേകിച്ച് ഉഷ്ണമേഖലയിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരിക്കലും 100% കൃത്യതയോടുകൂടി അത് പ്രവചിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇതെല്ലാം പാളിപ്പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ പ്രവചനങ്ങൾക്ക് നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥാപരമായിട്ടുള്ള ഈ അന്തരീക്ഷ സ്ഥിതി, കാറ്റിന്റെയും മഴയുടെയും ഹ്യൂമിഡിറ്റിയുടെയും ഒക്കെ അളവ് നമുക്ക് എല്ലാ പ്രദേശത്തെ അറിഞ്ഞാൽ മാത്രമേ ആ പ്രദേശത്തിന് വേണ്ടി ആക്യുറേറ്റ് ആയിട്ടുള്ള ഫോർകാസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റൂ. നിർഭാഗ്യവശാൽ നമ്മൾ കേരളത്തെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ഒബ്സർവേറ്ററി ഉള്ളത് ട്രിവാൻഡ്രം, അടുത്തത് കൊച്ചി. ഇതിനകത്തുള്ള ഡേറ്റ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന പലപ്പോഴും സാറ്റലൈറ്റും റിമോട്ട് സെൻസിങ് ഡേറ്റയും റഡാർ ഡേറ്റയൊക്കെ വെച്ചിട്ടാണ്. അതിനത്ര കൃത്യതയില്ല. അപ്പൊ ഇങ്ങനെ കൃത്യതയില്ലാത്ത ഡേറ്റ കൊണ്ട് നടത്തുന്ന ഒരു പ്രവചനമാണ്. അപ്പം അവിടെ ഡേറ്റയാണ് നമുക്ക് ഈ പ്രവചനങ്ങളുടെ കൃത്യത കൂട്ടുന്നതിൽ ഒരു പരിമിതിയായിട്ട് ഒരു പരിധി വരെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മോഡലുകൾക്ക് ഇത്തരം അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ സംഭവങ്ങളെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ലിമിറ്റേഷനും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഡേറ്റയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഓരോ പഞ്ചായത്ത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള ഡേറ്റ നമുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഈ ഇത്തരം പ്രതിഭാസങ്ങളെയൊക്കെ ലോക്കലൈസ്ഡ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതാണ് അത് 10 വർഷം കൊണ്ട് കഴിഞ്ഞ 10 വർഷം കൊണ്ട് അത് ഓക്കിക്ക് ശേഷം തൊട്ട് നമുക്കത് അങ്ങനെ കൊണ്ടുവരാൻ സാധിച്ചില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് ലോക്കലൈസ്ഡ് പ്രഡിക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇതിനാവശ്യം എന്ന് പറയുന്നത് ഡേറ്റയാണ്. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിന് അല്ലെങ്കിൽ ബ്ലോക്ക് അടിസ്ഥാനത്തിനെങ്കിലും കുറഞ്ഞ പക്ഷം ഇത്തരം അന്തരീക്ഷ കാലാവസ്ഥ വിവരങ്ങളുടെ സ്ഥിതി വിവര കണക്കുകൾ ലഭ്യമാകുന്ന തരത്തിലുള്ള ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഡേറ്റയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രഡിക്ഷൻസ് ഒക്കെ ആക്യുറേറ്റ് ആക്കി മാറ്റാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ അല്ല, ഇത് യഥാർത്ഥത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ്. കാരണം ഡേറ്റ ഇല്ലാത്തതിന്റെ, മോഡലുകൾ പെർഫെക്റ്റ് അല്ലാത്തതിന്റെ ഒക്കെ ചേർന്നുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഫോർകാസ്റ്റിൽ പ്രതിഫലിക്കുന്നത്. അപ്പം ഇത് ഒരു പരിധിവരെ ഇതിനെ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എല്ലാ പഞ്ചായത്തുകളും അല്ലെങ്കിൽ എല്ലാ ബ്ലോക്കുകളിലും ഇത്തരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചാൽ മാത്രമേ നമുക്കത് കാര്യക്ഷമമായിട്ട് അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
2023 പുറത്തിറക്കിയ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ മണ്ണിടിച്ചിൽ അറ്റ്ലസും കേരളത്തിന് നൽകിയ മുന്നറിയിപ്പ് ചെറുതല്ല. പശ്ചിമഘട്ടത്തിൽ മണ്ണിടിച്ചിലുകളുടെ എണ്ണം ചില പ്രദേശങ്ങളിൽ കുറവായിരിക്കാം. പക്ഷേ അങ്ങനെ സംഭവിക്കുമ്പോൾ ജീവനുകൾ നഷ്ടപ്പെടുന്ന തോത് കേരളത്തിൽ ആശങ്കപ്പെടുത്തുന്നതാണ്. പ്രകൃതി ദുരന്തങ്ങളെ പൂർണ്ണമായും തടയാനാകില്ല. എന്നാൽ ശാസ്ത്രീയ ആസൂത്രണവും കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും ഉത്തരവാദിത്വമുള്ള വികസനവും ഉണ്ടെങ്കിൽ അതിൻ്റെ ആഘാതം ഗണ്യമായി കുറയ്ക്കാനായേക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്രകൃതിയോട് ഏറ്റുമുട്ടിയല്ല, അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി വികസനം ആസൂത്രണം ചെയ്യുമ്പോഴാണ് കൂടുതൽ സുരക്ഷിതവും സുസ്ഥിരവുമായ കേരളം യാഥാർത്ഥ്യമാകുക എന്നത് ഇനിയെങ്കിലും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.